ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ഗ്ലാസ് ക്രിയേറ്റീവില്ല. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ ആണ്. അത് ചെയ്യാൻ നമുക്ക് ക്രേപ്പ് പേപ്പർ വേണം, പിന്നെ ഫ്ലോറൽ വയർ വേണം, ഗം വേണം, പിന്നെ നമുക്ക് ഒരു സിസേഴ്സ് വേണം, പിന്നെ ത്രെഡ് വേണം, പിന്നെ ഒരു മെഷർമെൻ്റ് എടുക്കുക, ഒരു സ്കെയിലും കൂടെ വേണം. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യാൻ ആദ്യം നമുക്ക് ക്രേപ്പ് പേപ്പർ മെഷർ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പിങ്ക് കളർ ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കും. ഇതിൻ്റെ വിത്ത് ഓൾറെഡി ഞാൻ മെഷർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ആ മെഷർമെൻറ്റ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഹൈറ്റ് മാത്രം, പെറ്റൽസിൻ്റെ ഹൈറ്റ് മാത്രം നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെറ്റൽസിൻ്റെ ആവശ്യമുള്ള ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കട്ട് ചെയ്യുന്നത്, പിന്നെ ഒരു 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, അങ്ങനെ ഇതുപോലെ 3 സെറ്റാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് ഫ്ലവറാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവർ ചെറുതാക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് വലുതാക്കാം. ഞാൻ ഈ 3 സെറ്റ് ചെയ്ത് ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ മതി. ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യണം ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിലും വലുപ്പത്തിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലവർ ചെയ്താലോ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് 3 സെറ്റ് വെച്ചിട്ടില്ല, അതിൽ ഏറ്റവും ചെറിയ ഹൈറ്റിലുള്ളത് നമുക്ക് ഫസ്റ്റ് എടുക്കാം. എന്ന് പറയുമ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം, അപ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഫോൾഡിൻ്റെ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 3/4 കട്ട് ചെയ്താൽ മതി. ഒത്തിരി കട്ട് ചെയ്താൽ നമ്മൾ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതുപോലെ ഇപ്പോഴത്തെ സൈഡും അതുപോലെ കട്ട് ചെയ്യണം. ഇപ്പോഴത്തെ സൈഡിൽ 2 ഫോൾഡ് സെക്ഷൻ വരും. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് 3 ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ഇതുപോലെ 3 3/4 കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. 3 ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ച് പിടിച്ച ശേഷം വീണ്ടും ഇപ്പോഴത്തെ സൈഡ് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ഒരു മുകൾ ഭാഗത്ത് ഒരു പോയിൻറ്റ് ഷേപ്പിൽ കിട്ടും. ഇതുപോലെ നമുക്ക് 3 ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ ചെയ്യുന്ന പോലെ പതുക്കെ ഓരോ പെറ്റൽസ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്തെടുക്കണം, വലിച്ചൊന്നെടുക്കണം. അതിനുശേഷം എൻ്റെ മോൾ ഭാഗത്ത് തുമ്പിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കണം. എന്തെങ്കിലും കയ്യിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടോ അല്ലെങ്കിൽ ഗമ്മോ, വെള്ളമാണെങ്കിലും ഗമ്മാണെങ്കിലും ഒത്തിരി കൂടിപ്പോലെ പേപ്പർ ആയതുകൊണ്ട് അത് അലിഞ്ഞു പോവും. അപ്പം അതുപോലെ ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ വേറെ 2 ഹൈറ്റിലും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ക്രേപ്പ് പേപ്പർ, ആ 2 സെറ്റും ഈ ഒരു രീതിയിൽ, ഈ ഫസ്റ്റ് ഞാൻ ചെയ്ത പെറ്റലിൻ്റെ ആ ഒരു രീതിയിൽ ആ 2ഉം നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ 6 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് വെച്ചിട്ട് ഒരു പെറ്റലും കൂടെ കട്ട് ചെയ്യുന്ന കാണിക്കാം. അപ്പോൾ ഞാൻ ഇത് ഈക്വലായിട്ട് 3 ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒരു സൈഡ് ചരിച്ചിട്ട് നമുക്ക് ഈ 3 ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇപ്പോഴത്തെ വശം തിരിച്ച് വെച്ച ശേഷം നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തില്ലേ, ആ താഴത്തെ പോർഷൻ നിന്ന് നമുക്ക് ഇതുപോലെ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഈ ചരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. അതുപോലെ ഞാൻ 3 ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ തുമ്പിൽ ഇങ്ങനെ നല്ല ഒരു പോയിൻ്റ് പോലെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് ഇത് പതുക്കെ സ്ട്രെച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് തുമ്പ് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചുരുട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഗമ്മോ അതോ വെള്ളമോ വച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് നന്നായിട്ട് വരും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മറ്റൊരു സെറ്റ്, ഇനി ഒരു സെറ്റും കൂടെ ബാക്കിയില്ലേ, ആ സെറ്റും കൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാവേ.
ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഫ്ലോറൽ വയർ വേണം. ഞാനൊരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനൊരു ലെങ്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുമ്പിൽ കുറച്ച് ഗം വയ്ക്കണം. ഒത്തിരി ഗമ്മായിപ്പോയാൽ നമുക്ക് ഫ്ലവർ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഏറ്റവും ചെറിയത് എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്ററിൽ വരുന്ന ആ ഒരു സൈസിൽ വരുന്നത് ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനെ ഒന്ന് ഈ ഒരു ഫ്ലോറൽ വയലിലൊന്ന് ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഇത് നമുക്ക് ചുറ്റിയെടുക്കണം. ഫസ്റ്റ് വയ്ക്കുന്ന ഗമ്മ മതി, പിന്നെ ഞാൻ ഗമ്മ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇത് ഫുൾ ഈ ഫസ്റ്റ് സെറ്റ് മൊത്തം നമുക്കൊന്ന് ഈ ഫ്ലോറൽ വയലിൽ ചുറ്റിയെടുക്കാവേ. ഇത് ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അവസാനം എത്തുമ്പോൾ നമുക്ക് ഒരു ത്രെഡ് ഉപയോഗിച്ച് നല്ലതായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കണം. ഞാൻ ഗം ഉപയോഗിക്കുന്നില്ല, ത്രെഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്ത ഹൈറ്റിലുള്ള ആ ഒരു സെറ്റ് നമുക്ക് പതുക്കെ കുറച്ച് ഗമ്മ തേച്ചിട്ട് പതുക്കെ ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഒരു ത്രെഡ് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുക്കാവേ. നമുക്ക് ആ ലാസ്റ്റ് സെറ്റും കൂടെ ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ ടൈ ചെയ്ത ആ പോർഷനിൽ കുറച്ച് ഗമ്മ വച്ച ശേഷം നമുക്ക് ആ ലാസ്റ്റ് സെറ്റ് നമുക്ക് ഇത് പതുക്കെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ പതുക്കെ ഇങ്ങനെ ചുറ്റിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് ചുറ്റിയെടുത്ത ശേഷം നമുക്ക് ത്രെഡ് ഉപയോഗിച്ച് നല്ലതായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ടൈ ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ആ 3 സെറ്റ് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് ലീഫ് ടേപ്പ് അല്ലെങ്കിൽ ഫ്ലോറൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഈ ഫ്ലോറൽ വയർ മൊത്തം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലോറൽ ടേപ്പ് യൂസ് ചെയ്യുന്ന മുമ്പ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത ശേഷം ഞാൻ ഈ ചുറ്റിയെടുക്കുന്ന പോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ചുറ്റിയെടുക്കും. നല്ല ടൈറ്റ് ചെയ്ത് തന്നെ ഫ്ലോറൽ ടേപ്പ് ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഇളവി വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ച് തന്നെ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. ഫ്ലോർ ടേപ്പ് എടുത്ത് മൊത്തം ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ഫ്ലവർ കണ്ട ഒരു മൊട്ട് പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വിരിഞ്ഞ ഫ്ലവർ പോലെ എടുക്കാൻ നമുക്ക് ഈ പെറ്റൽസിനെ ഒന്ന് വിടർത്തിയെടുക്കണം. വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം മൊത്തം. ഇപ്പോൾ ഫ്ലവേഴ്സിൽ പെറ്റൽസൊക്കെ ഇതുപോലെ വിടർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ കളേഴ്സിലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്ലവർ ചെയ്തത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.